എല്ലാ മതവിശ്വാസികളും നോമ്പെന്ന് പറയുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള അവസരമായിട്ടല്ലേ കണക്കാക്കുന്നത്. മുസ്ലിം മതത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒരു മാസം ആയതുകൊണ്ട് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങും. വടകര കുറ്റ്യാടി നാദാപുരം ഏരിയയിലൊക്കെ ഉള്ളവര് അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് നോമ്പിന്റെ കുറേ മുന്നേ തന്നെ ഒരുക്കി വെക്കുന്ന സാധനങ്ങളാണ് ഈ വടുവയും അതുപോലെ തുറമാങ്ങയും. അങ്ങനെ തന്നെ അല്ലേന്ന് ആ ഏരിയയിലുള്ളവർ പറയട്ടെ. അപ്പം ഞാൻ നോമ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് പോവാം. ഇന്ന് നമ്മൾ വടുവയാണ് ഉണ്ടാക്കുന്നത്, തുറമാങ്ങ നമ്മൾ വേറൊരു ദിവസം ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് സംഭവം. ഇതിന് ചുണ്ടങ്ങാന്നും അതുപോലെ ചുണ്ടക്കാന്നൊക്കെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മളൊരു കാട്ടുചെടി പോലെ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സംഭവം കൂടെയാണ്. പിന്നെ ഒരുപാട് മെഡിസിനൽ വാല്യൂസൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ ചുണ്ടക്ക എന്ന് പറയുന്നത്. നാട്ടിൽ നിന്ന് പൊക്കി കൊണ്ടുവരികയാണ് ഞാൻ. അപ്പോൾ അവിടെയുള്ള പറമ്പിൽ നിന്ന് പെറുക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചുണ്ടക്ക പറന്ന് ദുബായിലെത്തി. ഇത്രയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. പക്ഷേ ഇത്രയും മതി. ഇതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത്യാവശ്യമൊക്കെ ഉണ്ടാവും. ഇത് കുറച്ച് ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ കറുത്ത നിറയത്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ടേസ്റ്റൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. പിന്നെ അതിലേക്ക് ഇടുന്നത് നമ്മൾ ചീനമുളകാണ്. ചീനമുളകും നാട്ടിൽ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്, വീട്ടിലുണ്ടായത്. അപ്പോൾ ചീനമുളക് അല്ലെങ്കിൽ നമ്മളുടെ ഉണ്ടമുളകില്ലേ, ഉണ്ടമുളക് ഇടണം. അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാൽ അത്ര രുചി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചുണ്ടയ്ക്കും എടുത്തു, അതുപോലെ തന്നെ ചീനമുളകും എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ എന്താണ് പറയുക, ആ അറ്റത്തുള്ള ആ കൊള്ളി പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങോട്ട് പറിച്ച് കളയാം. മൂക്കെന്നല്ലേ പറയുക, ഞെട്ടി സോറി. അപ്പോൾ നമ്മൾ നമ്മുടെ മുളകിൻ്റെ ഞെട്ടിയും അതുപോലെ ചുണ്ടക്കയുടെ ഞെട്ടികളും എല്ലാം കളഞ്ഞിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുക. അതിന് കുറച്ച് സമയം എടുക്കും. ഇതാണ് നമ്മുടെ സംഭവങ്ങൾ. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. കുറച്ചേ കാണുന്നുള്ളൂവെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിത് ഉരുട്ടിയെടുക്കും. അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകി വാർത്തിട്ട് കൊണ്ടുവരാം. പിന്നീട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ നന്നായിട്ട് വേവിക്കുകയാണ് ചെയ്യുക. വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് ഇതും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുക, ദെൻ വെള്ളവും ചേർക്കുക. അത്യാവശ്യം കുറച്ച് വെള്ളം മതി. വേണമെങ്കിൽ ഇതിങ്ങനെ കുക്കറിലും ഉണ്ടാക്കാം. കുക്കറിലാവുമ്പോൾ ഒരു 2 വിസിലുകൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഈ വെള്ളം കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ അടുപ്പിൽ വേവിക്കുന്നത്. അടുപ്പിലാവുമ്പോൾ ഇനി വെള്ളം കൂടിയാലും അതങ്ങോട്ട് വാർത്ത് കളഞ്ഞാൽ മതി. വെള്ളം കൂടിയാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറേ സമയമൊന്നും വേണ്ട വേവാൻ. അടുപ്പിലാണെങ്കിലും കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് വേവുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. പിന്നെ നമുക്കിതിനാവശ്യമുള്ളത് അരിയാണ്. അരി വറുത്തെടുക്കണം. അടുത്ത പരിപാടി അതാണ്. അപ്പോൾ അരി എന്ന് പറയുമ്പോൾ നമ്മുടെ പുഴുങ്ങലരി, വടക്കനരി എന്നൊക്കെ പറയുന്ന നമ്മുടെ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ്. അത് ഇപ്പോൾ ഞാൻ കുറേ എടുത്തില്ല, ഒരു നാഴി എടുത്തില്ലേ. പക്ഷെ ഒരു നാഴിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിനാകെ ഒരു വറുത്തിട്ട് പൊടിക്കുമ്പോൾ കാണാം കുറച്ചേ വേണ്ടൂ. ഞാൻ പിന്നെ ഒരുമിച്ച് അവിടെ വറുത്ത് വെച്ചാൽ പിന്നീട് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേ ഇത് നന്നായിട്ട് കഴുകുക, എന്നിട്ടൊന്ന് വാർത്തിട്ട് അതിനെ നന്നായിട്ട് വറുക്കാം. എന്നിട്ട് ആ സമയത്ത് നമ്മളുടെ ഇടയിലൊന്ന് വേവൊക്കെ ഒന്ന് നോക്കാം, ഇനി വറ്റി പോവാതെയും ഒക്കെ നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ചീനമുളക് നന്നായിട്ട് വെന്തിരിക്കുന്ന ആ ഒരു സമയം തന്നെയാണ് മറ്റേ ചുണ്ടയ്ക്ക വേവാനും എടുക്കുന്നത്. അരി വറുക്കലും കുറച്ചൊരു വലിയ പ്രോസസ്സാണ്. കാരണം കുറച്ച് സമയം എടുക്കുമല്ലോ. നന്നായിട്ട് സാധാരണ നമ്മൾ അരി വറുക്കില്ലേ, ബ്രൗൺ കളറാവുന്നവരെ, ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നവരെ അങ്ങനെ വറുക്കുക. അപ്പോഴും നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചുണ്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ എൻ്റെ കറക്റ്റായിരുന്നു നമ്മൾ ഒഴിച്ചത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ തണിയൊക്കെ ചെയ്യട്ടെ. ഇനി നിങ്ങൾക്ക് വെള്ളം കൂടിയാലും യാതൊരു പ്രശ്നവും ഇല്ല, അങ്ങോട്ട് വാർത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ അരി നല്ല ഗോൾഡൻ കളറിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ പൊട്ടുമല്ലോ ആ ചട്ടിയിൽ കിടന്നിട്ട്, ആ ചൂട് തട്ടുമ്പോൾ അങ്ങനെ പൊട്ടൻ ടിറ്റി എന്നുള്ള ഒരു സൗണ്ട് വരില്ലേ. അപ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ അരി നന്നായിട്ട് വറവ് വന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ അപ്പോഴേ തന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ആ അടിഭാഗമുള്ള അരികൾ കരിയാൻ തുടങ്ങും. പിന്നെ തണുക്കുകയും ചെയ്യും വേഗം മറ്റൊന്നിലേക്ക് മാറ്റുമ്പോൾ. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളുടെ ആ ഒരു കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ, അതിനുള്ള അളവാണ് പറയുന്നത്. 1 ടീസ്പൂണ് ഉലുവ എടുത്തു. അതുപോലെ നമ്മൾ 2 ടീസ്പൂണ് പെരിഞ്ജീരകം എടുത്തു. ദെൻ അടുത്തതായിട്ട് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം 1 ടീസ്പൂൺ മതി. അപ്പോൾ 1 ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തു. ദെൻ ഏലക്കായ ഒരു 5 എണ്ണമൊക്കെ ആയിട്ട് എടുത്തു. ദെൻ ഗ്രാമ്പൂവും അതുപോലെ തന്നെ ഏകദേശം അത് കുരുമുളകായിരുന്നു. അപ്പോൾ കുരുമുളകും 1 ടീസ്പൂണൊക്കെ ഉണ്ടാവും. ദെൻ പട്ട ഒരു 2-3 ചെറിയ കഷ്ണങ്ങൾ,
ഗ്രാമ്പു നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 എണ്ണമൊക്കെ ആയിട്ട്. ഇനി ഇതും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റോസ്റ്റ് ചെയ്യുക, ഒന്നങ്ങോട്ട് വറുത്തെടുക്കുക. നമ്മളിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് കരിഞ്ഞൊന്നും പോകരുത്, ചെറിയ ചേഞ്ചസ് വരില്ല കളറിൽ. ഇതുപോലെ നല്ലൊരു യെലോയിഷ് ആയിട്ട് വരും. അതുപോലെ നല്ലൊരു അരോമ, നല്ലൊരു മണം പരക്കും. ആ ഒരു സമയത്ത് നമ്മൾ ഓഫ് ചെയ്യുക. ഇത് നേരത്തെ പോലെ തന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതെല്ലാം തന്നെ നമുക്കിനി പൊടിച്ചെടുക്കണം. നേരത്തെ വറുത്ത് വെച്ച അരിയും അതുപോലെ ഇതും വേവിച്ച് വെച്ചിട്ടുള്ള വടുവ ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ, എല്ലാം നമ്മൾ അരച്ച് എടുക്കുകയാണ് ചെയ്യുക. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ ആ ഹോൾ സ്പൈസസ് അത് നമ്മൾ ആദ്യം പൊടിച്ചെടുക്കുന്നത് നമ്മളൊരു കുഞ്ഞു ക്വാണ്ടിറ്റി അല്ലായിരുന്നു. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡബിൾ അളവിലുള്ള സംഭവം പൊടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ ആ നേരത്തെ കാണിച്ച സെയിം ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യമുള്ളൂ, അത് കറക്റ്റ് അളവാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ നേരത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് ഇരട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ആവശ്യമില്ല, ഇതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുക. ദെൻ അരി, നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരിയും, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾക്ക് ഇത്രയൊന്നും വേണ്ട, ഒരു നാഴിയൊന്നും ആവശ്യമില്ല, ഒരു കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പൊടിക്കാം. ദെൻ ബാക്കിയുള്ളത് നമുക്ക് വെറുതെ കഴിക്കാമല്ലോ, രസമല്ലേ. അടുത്തത് നമുക്ക് ഇത് അരച്ചെടുക്കുക വേണ്ടത്. നമ്മുടെ ചുണ്ടക്കയും അതുപോലെ തന്നെ ചീനമുളകും കൂടെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ, അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. ഒരു 5 or 6 അല്ലി വെളുത്തുള്ളി, നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ വലിയ വെളുത്തുള്ളി അല്ല കേട്ടോ, നമ്മുടെ നാടൻ വെളുത്തുള്ളിയില്ലേ, സാധാരണ നമ്മുടെ നാട്ടിലത്തെ വെളുത്തുള്ളി, അതുപോലത്തെ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 5-6 അല്ലി എടുക്കുന്നത്. അല്ലെങ്കിൽ അത്രയൊന്നും വേണ്ട, ഒരു 2 അല്ലിയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ വെളുത്തുള്ളിയും എടുക്കുക. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഒരുമിച്ച് അരച്ചെടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളത് അരച്ചെടുക്കും. എങ്കിലും നമ്മൾ അരച്ചാലും അതിൻ്റെ ആ ഒരു തോലില്ലേ, നമ്മുടെ ചുണ്ടക്കയുടെ തോല് അതിലിങ്ങനെ ജസ്റ്റ് ഉണ്ടാവും. അതൊരു നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ആ തോലിങ്ങനെ കാണുമ്പോൾ ഒരു കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ നമ്മളുടെ അരി പൊടിച്ചു വെച്ചു, ദെൻ ഹോൾ സ്പൈസസ് പൊടിച്ചു വെച്ചു, ദെൻ നമ്മുടെ ചുണ്ടക്കയും ഈ വെളുത്തുള്ളിയും, ദെൻ എന്തായിരുന്നു മുളകും കൂടെ ഉള്ളത് അതും കൂടെ അരച്ചു വെച്ചു. ഇനി ഒന്നുമില്ല, ഇനി നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമ്മളുടെ ഈ ചുണ്ടക്കയുടെ ആ മിക്സ് അതിലേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ഹോൾ സ്പൈസസ് ആഡ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് നമ്മൾ മുഴുവനായിട്ടും ഇതിലിടണ്ട, ഇതിൻ്റെ പകുതിയാണ് ഇടേണ്ടത്. കാരണം നല്ലോണം പൊടിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അധികമായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിപ്പൊടി ചേർക്കാം. ഇത് തന്നെ നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. പക്ഷേ അരിപ്പൊടി ചേർക്കുമ്പോഴാണ് അത് നല്ല ഒരു ബൗളായിട്ട് നല്ലൊരു രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ, കുറച്ചുകൂടി എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ കഴിയുക. അപ്പോൾ ഇപ്പോഴും നമ്മൾ 1 ടേബിൾ സ്പൂണാണ് അരിപ്പൊടി ചേർത്തത്. എന്നിട്ടൊന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ കുഴച്ച് നോക്കുമ്പോൾ നമുക്കതിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഹാഫ് ടേബിൾ സ്പൂണാണ്, ഹാഫ് ടേബിൾ സ്പൂണും കൂടെ നമ്മൾ ചേർത്തു. അപ്പോൾ ടോട്ടലി ചേർത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം, ഉപ്പൊക്കെ കറക്റ്റാണ്. നേരത്തെ നമ്മൾ ആകെ ഉപ്പിട്ടിട്ടുള്ളത് ആ ഒരു വടുവയല്ല ചുണ്ടക്കയും മുളകും കൂടെ വേവിക്കാൻ വെച്ചില്ല, ആ സമയത്താണ് നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെ ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കണം. കുഞ്ഞ് ബോളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മളിതിനെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അടുത്ത പരിപാടി ഇതാണ്, ഇതിനെ ഇങ്ങനെ കുഞ്ഞു ബോൾസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ചെറിയ ബോൾസാക്കിയാൽ കുറച്ചും കൂടെ രുചിയും ഉണ്ടാവും, പിന്നെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിലും കിട്ടും. നമ്മളുടെ അടുത്ത് സാധനം കുറച്ചല്ലേ ഉള്ളൂ, നോമ്പിന് മുഴുവനായിട്ട് എത്തിക്കണ്ടേ. പിന്നെ ഉണങ്ങാൻ എളുപ്പമായിരിക്കും. ഇത് കുറച്ച് സമയം എടുക്കും ഇങ്ങനെ കുഞ്ഞതായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതെല്ലാതും ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണക്കാൻ വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് സ്പേസ് ഇടയിൽ വിട്ടിട്ട് വേണം കേട്ടോ. എല്ലാതും ഇങ്ങനെ കുറച്ച് അകലങ്ങളിൽ വെക്കണം ഓരോ ഉണ്ടകളും, കാരണം എല്ലാ സൈഡിലും ഒരുപോലെ ഉണങ്ങി കിട്ടണ്ടേ. പിന്നെ ഇവിടെയാണെങ്കിൽ ഇപ്പോഴും കുറച്ച് തണുപ്പുള്ള സമയമാണ്, ചൂടില്ലല്ലോ, വെയിലില്ല. അതുകൊണ്ട് എനിക്കറിയാം ഇത് കുറച്ച് ദിവസം എടുക്കും എനിക്കൊരു 5-6 ദിവസമൊക്കെ എന്തായാലും എടുക്കും നമ്മൾ പുറത്ത് വെച്ചിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ നല്ല സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇടയിൽ, എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ച കുറച്ചുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതുപോലെ തന്നെ ഉണക്കി, ഇതൊരു കുറച്ച് ദിവസം ഇതുപോലെ തന്നെ എടുത്തിട്ടുള്ള സംഭവമാണ്.
അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണണമെങ്കിൽ മറ്റേത് നോക്കിയാൽ നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് പൊടിക്കുമ്പോൾ ഒറ്റ പൊടിഞ്ഞങ്ങ് പോകും, കാരണം നമ്മൾ ഉണങ്ങിയിട്ടില്ലല്ലോ. മറ്റേ സംഭവം കുറച്ച് ഹാർഡായിട്ടാണ് കേട്ടോ, കണ്ടോ പൊടിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞൊന്നും പോകില്ല. പിന്നെ ഉള്ളിലൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവുക. നല്ല രുചിയാണ് കേട്ടോ ഇത്. വെറുതെ ഞാൻ ആ ഉരുട്ടി വെച്ച് തന്നെ കഴിക്കുമ്പോൾ, ഉണങ്ങുന്നതിന് മുന്നേ തന്നെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഭയങ്കര രുചിയുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സാധനമാണെന്ന് പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് പലരും കഴിച്ചിട്ടുണ്ടാവാം. ചോറിൻ്റെ കൂടെയാണോ കഴിക്കാറെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഭാഗത്തുള്ളവർ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാധനമാണ്. എസ്പെഷ്യലി നമ്മുടെ റമളാനിൽ ഇത് എല്ലാ വീടുകളിലും ഉണ്ടാവും. അത്താഴത്തിന് എല്ലാ വീടുകളിലും ഇത് ഉണ്ടാവും. അപ്പോൾ ഇത് എണ്ണയിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറുത്ത് കോരും. എണ്ണയിലിട്ട് ഇളക്കിയെന്ന് വെച്ചിട്ട് പൊടിഞ്ഞു പോവുക അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാവില്ല. കാരണം നന്നായിട്ട് ഉണക്കിയിട്ടാണ് ഇത് നമ്മൾ എടുക്കുന്നത്. ഇതൊരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവും. അത്ര രസമാണ്. അത് എങ്ങനെ കഴിക്കണം എന്നുള്ള ഒരു രീതി കൂടെ ഞാൻ പറഞ്ഞുതരാം, ശരിക്കും എങ്ങനെ കഴിക്കണം എന്നുള്ളത്. വെറുതെ ചോറിൻ്റെ കൂടെ കഴിക്കാം, അപ്പോഴും രസം തന്നെയാണ്. വെറുതെ ചോറിൻ്റെ കൂടെ ഉരുട്ടിയിട്ട് നമുക്ക് അത്താഴത്തിന് എസ്പെഷ്യലി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് കിട്ടുക. അപ്പോൾ അങ്ങനെ കഴിക്കാം. പക്ഷേ ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള രുചി കിട്ടണമെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് കഴിക്കാറെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരിക്കുള്ളൊരു രുചി കിട്ടണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല അയില തേങ്ങ അരച്ച കറിയില്ലേ അതെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വടുവ ഇഷ്ടം പോലെ ഇടുക. എന്നിട്ട് വേണമെങ്കിൽ കയ്പ കൊണ്ടാട്ടവും മുളക് കൊണ്ടാട്ടവും പപ്പടം എന്തായാലും വേണം, അങ്ങനെ ഇടുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് അതിൻ്റെ ശേഷം നമ്മുടെ വടുവ എടുത്തിട്ട് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒന്ന് ടിങ് എന്നും പറഞ്ഞിട്ട് ഒന്നങ്ങോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ആ പപ്പടവും കൂടെ എടുത്തിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചി എന്ന് പറയുന്നത് അത്രയ്ക്കേറെയാണ്. നല്ല രുചിയുള്ള സാധനമാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോഴിങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ പറഞ്ഞതുപോലെ പുണ്യനാളുകളെ വരവേൽക്കാനുള്ള മുന്നൊരുക്കങ്ങളിൽ എന്നെയും കൂടെ നിങ്ങളുടെ കൂടെ പങ്കാളിയാക്കുക.